നമ്മൾ പുറത്ത് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ പോയി പൂരി മസാല കഴിക്കുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണല്ലേ. അപ്പോൾ നമുക്കത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അതും ഇവരിതിലൊരു സീക്രട്ടായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ അടുത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പിടി ഉഴുന്ന് മതി. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവാള ഫുള്ളായിട്ട് ഇതേപോലെ ചെറുതായി അരിഞ്ഞാൽ നമ്മൾ ഇടണം. പിന്നെ പച്ചമുളക് ഏകദേശം 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വണ്ടി വരുമ്പോൾ അതിലോട്ടൊരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. നമ്മളിത് വെറും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഏകദേശം ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് നമ്മളങ്ങനെ ഇട്ട് കൊടുത്തത് വേവാൻ ടൈം എടുക്കും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നാലാണ് ഒരു ലൂസായി കിട്ടുള്ളൂ. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അവർ ഇതിന് കട്ടി കൂടാൻ വേണ്ടി ഒരു സാധനം ചേർക്കും. അതാണിത്. ഇത് വേറൊന്നുമല്ല, പൊട്ടുകടലയാണ് കേട്ടോ. പൊട്ടുകടല നമ്മളെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ടേ, നമുക്കൊന്നുകൂടി ലൂസാക്കാൻ. ഈ വെള്ളം ചേർക്കാൻ നിങ്ങൾ ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു പിടുത്തം കിട്ടും കറിക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വിടണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെന്തോട്ടെ. അങ്ങനെ നമ്മളെ അടിപൊളി മസാല റെഡി ആയിട്ടോ, പൂരി മസാല. ഈ സാധനം എന്താ വെച്ചാൽ നല്ല മുരിഞ്ഞ പൂരിയുടെ സൈഡിലോട്ട് ഈ മസാല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആണ്ടാ അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയാൽ കറിയുടെ. എന്നിട്ടൊരു പൂരി ഇങ്ങനെ പൊട്ടിച്ചെടിലെടുത്ത് കഴിച്ചാണ്ടല്ലോ വേറെ ലെവലാട്ടാ, കിളിയൊക്കെ പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെന്ന് ഫോളോ ചെയ്യണേ. ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും.